നല്ലൊരു പോട്ടിംഗ് സോയിൽ മിക്സ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കുറേ കാലമായിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്വന്തമായിട്ട് നമുക്ക് നല്ലൊരു പോട്ടിംഗ് മിക്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ പോട്ടിംഗ് മിക്സ് നമുക്ക് ഒരുവിധം എല്ലാ പ്ലാന്റ്സിനും ഉപയോഗിക്കാം. അതായത് സ്പെഷ്യൽ മിക്സ് വേണ്ട ചില പ്ലാന്റ്സ് ഉണ്ട്, സക്കുലൻസ്, കാക്ടസ് അങ്ങനത്തെയൊക്കെ. അതല്ലാത്ത എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും നമുക്ക് ഈ പോട്ടിംഗ് മിക്സ് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്നും നമുക്ക് കാണാം. ഈ പോട്ടിംഗ് മിക്സ് നമ്മൾ ഉണ്ടാക്കുന്നത് 2 സ്റ്റെപ്പായിട്ടാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഒരു ഓർഗാനിക് മിക്സ് ഉണ്ടാക്കുകയാണ്. ആ ഓർഗാനിക് മിക്സിന് വേണ്ട സാധനങ്ങളാണ് ചാണകപ്പൊടി, എല്ലുപൊടി, കമ്പോസ്റ്റ്, നീം കേക്ക് പൗഡർ. ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെക്കും, എന്നിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നേരത്തെ മിക്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുകൊണ്ട് പല അഡ്വാൻറ്റേജസും ഉണ്ട്, പല ഗുണങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് ചെയ്യുന്നത്, നമ്മൾക്ക് ചെടി നടേണ്ട സമയത്ത് മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഓർഗാനിക് മിക്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. ഈ ഓർഗാനിക് മിക്സിന് നമ്മൾ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി, എല്ലുപൊടി, നീം കേക്ക്, കമ്പോസ്റ്റ്, ഇതെല്ലാം ഓരോ കിലോ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യണത്, കമ്പോസ്റ്റ് നമ്മൾ ഇത് ഫുൾ മിക്സ് ചെയ്യുന്നുണ്ട്, 1 കിലോ മിക്സ് ചെയ്യുന്നുണ്ട്. എല്ലുപൊടി നമ്മളിതിൻ്റെ പകുതി യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് നീം കേക്ക് പൗഡറാണ്. ഈ നീം കേക്ക് പൗഡറും കിട്ടും, കേക്ക് രൂപത്തിലും കിട്ടും. ഇതിപ്പോൾ ഈ പൗഡർ ആകുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ മിക്സ് ചെയ്യാം, അത് പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ 1/2 കിലോ, അതായത് ഇതിന് പകുതിയാണ് ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഓർഗാനിക് മിക്സ് റെഡിയാക്കൽ കഴിഞ്ഞു. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാം, കാരണം ഇത് നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ചെടിയെ ഫെർട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഈസിയാണ്. ഇതിന്ന് കുറേശ്ശെ എടുത്ത് ചെടിയുടെ ചുറ്റും ഇട്ട് കൊടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അത് നമുക്ക് ഈ മിക്സും മണ്ണും മണലും കൂടെ മിക്സ് ചെയ്യലാണ്. ഈ മിക്സ് നമ്മൾ ആദ്യം ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ച പല ഗുണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതെന്താ കാരണം എന്നറിയോ? ഇതിൽ ഈ എല്ലുപൊടി ഉള്ളതുകൊണ്ടേ പലപ്പോഴും നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്ത് ചെടിയുടെ ചോട്ടിലേക്ക് ഇടുമ്പോൾ ആ എല്ലുപൊടിയുടെ ആക്ഷൻ കാരണം ചിലപ്പോൾ സെൻസിറ്റീവായിട്ടുള്ള ചെടികളൊക്കെ വാടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വാടാതിരിക്കാൻ നമുക്കിത് നേരത്തെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്ഷൻ കുറച്ച് കുറഞ്ഞ് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആദ്യം മിക്സ് ചെയ്യുന്നത്. പിന്നെ പോരാത്തതിന് ഇത് ഫെർട്ടിലൈസറായി ഉപയോഗിക്കുകയും ചെയ്യാൻ എളുപ്പമാണല്ലോ, എല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചതായതുകൊണ്ട്. ഇനി നമ്മുടെ പോട്ടിംഗ് സോയിൽ മിക്സ് ഉണ്ടാക്കാൻ 3 സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. മണ്ണ്, മണൽ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫെർട്ടിലൈസർ മിക്സ്. ഇത് മണ്ണ് നമ്മുടെ തോട്ടത്തിലൊക്കെ ഉള്ള മുകളിലെ മണ്ണ്, മോൾ മണ്ണാണ് നല്ല ഫെർട്ടൈൽ സോയിൽ. അപ്പോൾ ഗാർഡനിലെ തോട്ടത്തിലത്തെ മുകളിലത്തെ മണ്ണെടുക്കുക. അതേപോലെ മണലാണ് വേണ്ടത്. അത് പുഴയിലത്തെ മണൽ കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പാറ മണലെടുക്കാം, ഏത് മണലാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഈ ഓർഗാനിക് മിക്സും. ഇത് നമ്മൾ ഏത് അളവിലാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് പാത്രമാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ 2 പാർട്ട് മണ്ണെടുക്കുക. ഞാൻ ഈ പാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ 2 കപ്പ് മണ്ണെടുത്തിട്ടുണ്ട്, 1 കപ്പ് മണലെടുത്തിട്ടുണ്ട്, 1 കപ്പ് ഫെർട്ടിലൈസർ മിക്സും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ പോട്ടിംഗ് സോയിൽ മിക്സും റെഡിയായി. ഇത് നമുക്ക് കുറച്ച് കൂടുതൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് 1 പ്രോസസ്സ് ചെയ്തിട്ട് അതങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് വേണ്ട സമയത്ത് നമുക്ക് മണ്ണും മണലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇങ്ങനത്തെ ഈ മിക്സിൽ, നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്ത പോട്ടിംഗ് സോയിൽ മിക്സ് ഉണ്ടല്ലോ, അതിൽ നമ്മളൊരിക്കലും വേര് പിടിക്കാത്ത ചെടികൾ നട്ട് വെച്ചിട്ട് വേര് പിടിപ്പിക്കാൻ നോക്കരുത്. കാരണം പലപ്പോഴും അത് ഫെയിലിയർ ആവും. കാരണം ഡയറക്റ്റ് സ്റ്റെമ്മ് നമ്മൾ ഇങ്ങനത്തെ മിക്സിൽ നടുമ്പോൾ റൂട്ട് വരാനും സെൻസിറ്റീവ് റൂട്ട് മുളച്ച് വരുന്ന ആ സമയത്ത് അതൊക്കെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വേര് പിടിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഒന്നുമില്ലെങ്കിൽ വെള്ളത്തിൽ വെച്ചിട്ട് വേര് പിടിപ്പിക്കുക, അല്ലെങ്കിൽ മണ്ണ് മാത്രം ഉപയോഗിച്ചിട്ട് വേര് പിടിപ്പിക്കാം. അതിന് ശേഷം വേരൊക്കെ വന്നു കഴിഞ്ഞിട്ട് നല്ല മിക്സിലേക്ക് മാറ്റി നടുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത ഓർഗാനിക് മിക്സ് ഉണ്ടല്ലോ, അതിലുള്ള കമ്പോണൻസ് എന്തൊക്കെ കിട്ടേണ്ടതെന്നൊന്ന് പെട്ടെന്ന് പറയാം. അപ്പോൾ നമുക്കത് ചെടിക്ക് എങ്ങനെ യൂസ്ഫുൾ ആവണമെന്ന് മനസ്സിലാവും. ചാണകപ്പൊടി നല്ല നൈട്രജൻ കണ്ടൻ്റ് ഉണ്ട്, അതേപോലെ നല്ല ഓർഗാനിക് മാറ്റർ ആയതുകൊണ്ട്
എന്താണ് മണ്ണിൻ്റെ ക്വാളിറ്റി കൂടും, മണ്ണിൻ്റെ ഡ്രെയിനേജ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. നല്ല ചാണകപ്പൊടി കൂട്ടുന്ന കാര്യം കമ്പോസ്റ്റിൽ നിന്ന് എല്ലാ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും കിട്ടും. അതേപോലെ എല്ലുപൊടിയിൽ നിന്ന് നല്ല കാൽഷ്യവും കിട്ടും, ഫോസ്ഫറസും കിട്ടും. പിന്നെ ഉള്ളത് നീം കേക്കാണ്, അല്ലെങ്കിൽ നീം കേക്ക് പൗഡർ. ഇത് നല്ല ഒരു പെസ്റ്റിസൈഡൽ ആക്ഷൻ ഉള്ളതാണ്. അതുകൊണ്ട് ചെതൽ പോലെയുള്ള സാധനങ്ങളോ പെസ്റ്റൊക്കെ നമ്മുടെ പോട്ടിംഗ് മിക്സിൽ വരാണ്ടേയും നമ്മുടെ സോയിലിൽ വരാണ്ടേയും, സോയിലിൽ നിന്നും പല ഇൻഫെക്ഷൻസും വരും, സോയിലിൽ വരാതെ ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിൻ്റെ ആ സ്മെല്ലും ഇതും കാരണം കൊണ്ട് നീം ഓയിൽ നമ്മളൊരു പെസ്റ്റിസൈഡായി ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് നീം ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് അതിന് ശേഷം കിട്ടുന്നതാണ് ആ കേക്ക്. അത് മണ്ണിലിടുമ്പോൾ ഇതേപോലെ പെസ്റ്റ് വരൽ മാറും, ചെതൽ വരുന്നതും മാറും. ഈ പോട്ടിംഗ് സോയിൽ മിക്സിൽ നിന്ന് നമ്മൾ ചകിരിച്ചോറ് ഒഴിവാക്കിയിട്ടുണ്ട്. നേരത്തെ അപ്ലോഡ് ചെയ്ത പല വീഡിയോസിലും ഞാൻ ചകിരിച്ചോറ് മിക്സ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എനിക്കത് അത്ര ഒരു നല്ല റിസൾട്ടല്ല കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ഈ ചകിരിച്ചോറ് മാറ്റിയൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി. ചകിരിച്ചോറിൻ്റെ ഫംഗ്ഷൻ ശരിക്കും വെള്ളം ഹോൾഡ് ചെയ്യലാണ്. ഇനി അതങ്ങനെ കൂടുതൽ വെള്ളം ഹോൾഡ് ചെയ്തിട്ടാണോ എന്നറിയില്ല, ചെടികൾ അത്ര ഹെൽത്തി ആയി വന്നിരുന്നില്ല. അപ്പോൾ ഞാൻ ചകിരിച്ചോറ് ഒഴിവാക്കിയിട്ട് പകരം നനയ്ക്കുന്ന ഫ്രീക്വൻസി കൂട്ടി കൊടുത്തു. അപ്പോൾ ചെടികൾ നല്ല ഹെൽത്തി ആവാൻ തുടങ്ങി. അതുകൊണ്ട് ഞാനത് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. ഇപ്പോൾ ചകിരിച്ചോറ് ഉപയോഗിക്കാറില്ല. ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മിക്സാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനത്തെ ഒരു മിക്സിൽ നമ്മുടെ ചെടി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഇതിലെല്ലാം നമ്മൾ ഓർഗാനിക് മാറ്റർ ഉപയോഗിച്ച കാരണം കൊണ്ട് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൂടെ ആഡ് ചെയ്യാം. അത് ഞാൻ സജസ്റ്റ് ചെയ്യാൻ കാരണം ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഒന്നും ന്യൂട്രിയൻ സ്പെസിഫിക് അല്ല. അതിൽ വളരെ കുറഞ്ഞ അളവിലാണ് ന്യൂട്രിയൻസ് പ്ലാന്റ്സിന് കിട്ടുള്ളൂ. നല്ല മിക്സാണ്, ചെടി നടാൻ നല്ല മിക്സാണ്. പക്ഷേ കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വളരെ കുറഞ്ഞ അളവിൽ ചെടി നന്നായി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടും. കാരണം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ന്യൂട്രിയൻ സ്പെസിഫിക് ആണ്. ഏത് ന്യൂട്രിയൻ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുക. അതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് പോയി കാണൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. അത് കുറച്ച് തിരക്കിലായതുകൊണ്ടാണ്. എത്ര ലേറ്റ് ആയാലും എല്ലാ കമൻസിനും എന്തായാലും റിപ്ലൈ ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.